ഭവനം മനോഹരം നിന്നാനന്ദം ഗംഗാതീരം സമ്മോദനം. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ നിന്ന് വായിച്ചുകൊണ്ട് ധ്യാനചിന്ത പങ്കിടാമെന്ന് വിചാരിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ഈ വാക്യം എല്ലാവർക്കും സുപരിചിതമായുള്ള ഒരു വാക്യമാണ്. സഹോദരിമാരായ നമുക്ക് എല്ലാവർക്കും അത് മനഃപ്പാഠമായുള്ള വാക്യമാണ് എന്ന് ഞാൻ കരുതുന്നു. വായിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് ബുദ്ധിയുള്ള ആരാധന എന്നാൽ മനസ്സും ഹൃദയവും ശരീരവും സംയുക്തമായി ചേർന്ന് ത്രിയേക ദൈവത്തിന് അർപ്പിക്കുന്ന സ്തുതികളെയാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്. ഇന്ന് നാം ബുദ്ധിയുള്ള ആരാധനയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതെ, ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ബുദ്ധിയുള്ള ആരാധന എന്നാൽ മനസ്സും ഹൃദയവും ശരീരവും സംയുക്തമായി ചേർന്ന് ത്രിയേക ദൈവത്തിന് അർപ്പിക്കുന്ന സ്തുതികളാണ്. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു, നമ്മെ വീണ്ടെടുത്തു. എന്നാൽ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? നമുക്കൊന്നും കൊടുത്ത് കർത്താവിനെ പ്രീതിപ്പെടുത്തുവാനോ അതിന് പകരമായിട്ട് ചെയ്യുവാനായിട്ടോ നമുക്ക് കഴിയില്ല. എന്നാൽ നമ്മുടെ ജീവിതം മുഴുവനും കർത്താവിന് സമർപ്പിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മെ കൊണ്ട് ചെയ്യുവാനായിട്ടുള്ള ഏറ്റവും ചെറിയ കാര്യം. ബുദ്ധിയോടെ നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരെയും കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ സമയം ഒരു ആരാധനാ ഗീതത്തോടെയാണ് നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നത്. അതെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു എത്രയോ ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന്. അതെ, ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്, ഒന്നാമതായി നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് സമർപ്പിക്കപ്പെട്ട ഒരു ശരീരം വേണം എന്നുള്ളതാണ്. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ നിന്ന് നാം വായിച്ചപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ള ചിന്ത എന്നുള്ളത് സമർപ്പിക്കപ്പെട്ട ശരീരം ആവശ്യമാണ്, അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ട ശരീരം വേണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരങ്ങളെ നാം ദൈവത്തിന് വിധേയപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരിമാരെ, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ആരാധനയില്, കുടുംബ ആരാധനയില്, സഭാ ആരാധനയില് എങ്ങനെയാണ് ഈ നാളുകളിൽ നാം കർത്താവിനെ ആരാധിക്കുന്നത്? നമ്മുടെ ആരാധനാ യോഗങ്ങൾ അല്ലെങ്കിൽ സഹോദരിമാരുടെ യോഗങ്ങൾ മിക്കവാറും ജീവനുറ്റതാണോ അതോ ഒരു ചത്ത ആരാധനയ്ക്ക് തുല്യമായിട്ടാണോ ഇരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ആരെയാണ് സ്തുതിക്കുന്നത്? മഹാനും വല്ലഭനും പരിശുദ്ധനുമായ നമ്മെ സ്വന്തം നിണം ചിന്തി നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവനായ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭായോഗങ്ങളിൽ നമുക്ക്, സഹോദരിമാരായ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്, സഭയെ ആനയിച്ചുകൊണ്ട് സ്തുതിക്കുവാനായിട്ട് കഴിയുകയില്ല എങ്കിലും സഹോദരന്മാർ ചേർന്ന് പറയുന്ന ഓരോ സ്തുതികൾക്കും, അവർ പറയുന്ന സ്തോത്രത്തിനും നമുക്ക് തീർച്ചയായും അവരോട് ചേർന്ന് സ്തോത്രവും സ്തുതിയും ആമേനും പറയുവാനായിട്ട് നമുക്ക് കഴിയും. ഈ നാളുകളിൽ പല ചിന്തകളാൽ, ഭാരത്താലാണ് നാം ഉള്ളത്. നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും മന്ദതയിലുള്ള അവസ്ഥയാണ് നാം, എങ്കിലും നമുക്ക് എല്ലാവർക്കും അതിന് കഴിയും. നാം രക്ഷിക്കപ്പെട്ട നാളുകളിൽ നമുക്കുണ്ടായിരുന്ന ഉന്മേഷവും ഉത്സാഹവും പരിശുദ്ധാത്മാവിന്റെ നിറവും ഇന്നും നാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. സഭായോഗങ്ങളിൽ സ്തുതിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ കൂടിയും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട്, അവർ പാടുന്ന പാട്ടുകളോ ചേർന്ന് പാടുവാനായിട്ട് നമുക്ക് കഴിയും. അത് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുവാനായിട്ട് ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നിമിഷം മുതൽ നമുക്ക് ഒരു ഉണർവിലേക്ക് നടന്നു കയറാം.
അതെ, ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഇപ്പൊ സാക്ഷ്യം പറയുവാനായിട്ടുള്ള അവസരമല്ല എങ്കിലും കുഞ്ഞുനാളുകളിൽ ഞങ്ങളുടെ ഭവനത്തിൽ കൊയ്റ്റയം എടുത്തതിന് ശേഷം മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് തരുള്ളൂ. അങ്ങനെ ഇരിക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചതിന് ശേഷമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കടന്നു വരുന്നത്. അങ്ങനെയല്ല എങ്കിൽ തീർച്ചയായും അത് ചെയ്തതിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. മക്കളായ ഞങ്ങളുടെ മുഖം ഒന്ന് വാടിക്കണ്ടാൽ ഞങ്ങളുടെ മാതാവിന് അത് തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇങ്ങനെ മാതാവ് ഞങ്ങളോട് പറയും, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരാളുടെ മുഖം കർത്താവിന്റെ മുഖം പോലെ ആയിരിക്കണം. ആ തേജസ്സൊന്നും മുഖത്തില്ലെങ്കിലും പലപ്പോഴും മനഃപൂർവ്വമായിട്ട് ചിരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ടായിരുന്നു. എല്ലാ യോഗങ്ങളിലും, സഭയുടെ എല്ലാ യോഗങ്ങളിലും തീർച്ചയായും പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തില് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അസുഖങ്ങൾ വന്നാൽ പോലും കർത്താവിനെ ആരാധിക്കാനായിട്ട് കുഞ്ഞുനാളുകളിൽ മുതലേ ആരാധിക്കുവാനായിട്ട് പോകുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യവും കൂടിയായിരുന്നു. എന്നാൽ ഇന്ന് അതിന് വളരെ ശോചനീയ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിലും ഒരു ഉണർവിലേക്ക് ആത്മാവിന്റെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന, കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് ഓർത്താൽ നമുക്കൊരിക്കലും ആ പഴയതിൽ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. നാം തീർച്ചയായും മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതെ, ഇങ്ങനെ ഉള്ള സമയങ്ങളിൽ യോഗങ്ങളിൽ മിക്കവാറും ഞങ്ങൾ ബസ്സുകളിലാണ് യാത്ര ചെയ്യാറ്. ആ സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ മുഖം മ്ലാനമായിരിക്കും. പിന്നെ അപ്പോഴാണ് മമ്മി പറയുന്ന കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ പതുക്കെ ഇരുന്ന് ചിരിക്കും. പിന്നെയും പല ചിന്തകളാൽ പിന്നെയും മ്ലാനമാകും. പിന്നെയും ഓർക്കും, കർത്താവിന്റെ തേജസ്സിനെ പോലെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരാകണമല്ലോ നാം എന്നുള്ള ചിന്ത അങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കാനായിട്ട് ധ്യാനിക്കുവാനായിട്ട് ദൈവം കൃപ നൽകും. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ബസ്സിലിരിക്കുന്ന വേറെ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് എന്തോ അസുഖമുണ്ട് എന്ന് ചിന്തിച്ച് കാണുമെന്ന് ഞാൻ ഓർക്കുകയാണ്. അതെ, അങ്ങനെയാണെങ്കിൽ നാം ഒരു ദൈനംദിന ജീവിതത്തിൽ ഒരു ജീവിത ശൈലി നമുക്ക് ഉണ്ടാകണം എന്നുള്ളത്, കർത്താവിനെ ആരാധിക്കുന്നു എന്നുള്ളത് ഒരു ശൈലിയായിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതെ, തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കുവാനായിട്ട് ദൈവം ഈ നാളുകളിൽ നമ്മെ സഹായിക്കട്ടെ. ഇന്നലെ പാടിയ ഒരു പാട്ടിൽ എങ്ങനെയാണല്ലോ പറയുന്നത്, അതെ, ആരാധന ജീവിത ശൈലിയാണ്. അതെ, അത് മനഃപൂർവ്വമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഓർക്കുകയാണ്. സമർപ്പിക്കപ്പെട്ട ശരീരം അതിനാവശ്യമാണ്. അതുകൊണ്ട് നാം സമർപ്പിക്കപ്പെട്ടവരായി നമ്മുടെ ശരീരങ്ങളെ കർത്താവിന് വേണ്ടി ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക എന്നുള്ളത് സഹോദരിമാരായ നമ്മെ കുറിച്ച് തീർച്ചയായും ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനയേക്കാൾ ദൈവത്തിന് ഇഷ്ടം സ്തുതി സ്തോത്ര യാഗങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് നാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ സ്തുതി സ്തോത്ര യാഗങ്ങൾ കർത്താവിന് അർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഏത് അവസ്ഥയിലും അതിൽ നിന്ന് വിടുതൽ നൽകുന്നു എന്നങ്ങനെ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമതായി നമുക്ക് ചിന്തിക്കാം, വേർപെട്ട ഒരു ജീവിതം വേണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയണമെന്നാണല്ലോ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സ്വർഗീയമായതിനെ നോക്കി ആയിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളതാണ് എനിക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞത്. ആരാധന സ്വർഗത്തിലെ ആരാധനയ്ക്ക് ഒരു മുന്നോടിയാണ്. ഇന്ന് നാം ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ നാം തീരാത്ത, മറഞ്ഞു പോകാത്ത ഒരു ആരാധനയാണ് നമുക്കുള്ളത്. നാം ഇവിടെ വെച്ച് കർത്താവിനെ ആരാധിക്കുന്നുവെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ വെച്ച് നമ്മുടെ കർത്താവിനെ, ത്രിയേക ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ട്, മഹോന്നതനായ ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ട് നമുക്ക് കഴിയും. നാം ഒന്നോ രണ്ടോ പേരോട് കൂടെ ചേർന്നല്ലല്ലോ, കോടാനുകോടി വിശുദ്ധന്മാരോടും ദൂതന്മാരോടും സംയുക്തമായി നാം ആരാധിക്കുന്ന ഇടമാണ് സ്വർഗം. അതെ, ആ സ്വർഗത്തെ കുറിച്ചുള്ള ചിന്ത ഇന്ന് വികലമായി കൊണ്ടിരിക്കുകയാണ്. നാം എങ്ങനെയാണ് സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാറുള്ളത്? പലപ്പോഴും ഈ ലോകത്തിന്റെ ചിന്തകളാണ് നമ്മളെ കീഴടക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ്. എങ്കിൽ കൂടെയും നമുക്ക് ഒരു നിത്യതയുണ്ട് എന്നുള്ളത് നാം എപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തില് നാം ജീവിക്കുമ്പോൾ ഒരു വേർപാട് ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. സ്വർഗത്തിൽ നിന്നെ ഓർത്തുകൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായും ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. കർത്താവിന്റെ കൂടെ, കർത്താവാണ് സ്വർഗത്തെക്കുറിച്ച് ബൈബിളിൽ അനേക ദൃഷ്ടാന്തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ കൂടെയും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിനെ മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നവരെ ആരെയും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. നാമും നമ്മുടെ കർത്താവുമായിട്ട് ഒരു ഏകാഗ്ര ഹൃദയത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കുവാനായിട്ട്, കർത്താവുമായിട്ട് നല്ല ബന്ധത്തിൽ തുടരുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ ജീവിതം ഒരു ആരാധനയായി തീരണം എന്നാണ് റോമാലേഖനത്തിൽ നിന്നും നാം വായിക്കുന്നത്. അതെ, ഈ കർത്താവായ
ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്. 12 മുത്തുകളാൽ പണിത 12 ഗോപുരങ്ങളുള്ള വർണ്ണിച്ചാ തീരാത്ത വിധം കർത്താവ് തന്നെ അവിടെ രാജാവായി വാഴുന്ന, സൂര്യന്റെയോ ചന്ദ്രന്റെയോ പ്രഭ ആവശ്യമില്ലാതെ വണ്ണം കർത്താവിന്റെ തേജസ് തന്നെ അവിടെ പ്രകാശിക്കുമ്പോ നമുക്ക് എങ്ങനെ നമ്മുടെ കർത്താവിനെ ഇവിടെ വെച്ചും ആരാധിക്കാതിരിക്കുവാനായിട്ട് കഴിയും? ഇവിടെ വെച്ച് നാം കർത്താവിനെ ആരാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും എനിക്ക് തോന്നുന്നു സ്വർഗത്തിൽ പോയാലും നമ്മുടെ വാ തുറക്കുകയില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിൽ കൂടെ നാം എല്ലാവരും സ്വർഗത്തിൽ പോയി കർത്താവിനെ ആരാധിച്ചാലും നമുക്കൊരു നഷ്ടബോധം ഉണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രിയമുള്ളവരെ, തീർച്ചയായും നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മുടെ ജീവിതങ്ങൾ മുഴുവനും കർത്താവിനായിട്ട് സമർപ്പിക്കുക എന്നുള്ളത്, കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് നമ്മെക്കുറിച്ച് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വേർപെട്ട ഒരു ജീവിതം ഈ നാളുകളിൽ നയിക്കുവാനായിട്ട് ഇന്നത്തെ രാവിലെയുള്ള ധ്യാന ചിന്തയിലൂടെ ദൈവം ഈ നാളുകളിൽ നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ കർത്താവ് ആരാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവ് പരിശുദ്ധനായ ദൈവമാണ്, ബലവാനാണ്, തീക്ഷ്ണനും വിശുദ്ധനുമായ ദൈവമാണ്. എങ്ങനെ ഈ കർത്താവ് നമ്മളെ അതിമനോഹരമായ സ്വർഗത്തിന് അവകാശികളാക്കി തീർത്തു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാതിരിക്കുവാനായിട്ട് സാധ്യതകളില്ല, അല്ലെങ്കിൽ അങ്ങനെ അവഗണിക്കുവാനായിട്ട് അവകാശമില്ല. നാം നമ്മുടെ കർത്താവിനെ തീർച്ചയായും ആരാധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ആരാണ്? നാം പാപികളും അജ്ഞാനികളും ബലഹീനരും അത്യാഗ്രഹികളും ഈ വകകളിലൊക്കെ ആയിരിക്കുന്ന മനുഷ്യരാണ് നാം. പലപ്പോഴും പല ചിന്തകളാൽ നമ്മുടെ ജീവിതം മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ കുറിച്ചുള്ള ചിന്തകളല്ല, പലപ്പോഴും സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തകളല്ല നമുക്ക് വലുത്, ഈ ലോകത്തിൻ്റെതായ ചിന്തകളാണ്. നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് നമ്മുടെ നിക്ഷേപമുള്ളിടത്താണല്ലോ. അങ്ങനെയെങ്കിൽ നാം കർത്താവിനെ ആരാധിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് നാം സകല സ്തുതി ബഹുമാനങ്ങളും നമ്മുടെ കർത്താവിന് കൊടുക്കുമ്പോഴാണ് നാം നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി വേർപെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് രൂപാന്തരപ്പെട്ട ഒരു മനസ്സ് ആവശ്യമാണ് എന്നുള്ളതാണ്. അതെ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയാണ്. നമ്മുടെ പാപാവസ്ഥകളോ നമ്മുടേതായിട്ടുള്ള ഏത് അവസ്ഥകളായിക്കൊള്ളട്ടെ, ഒരു കാലത്ത് നാം കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ എരിഞ്ഞ് അതേ പ്രവർത്തിച്ചതൊന്നും മറന്നു കളയുവാനായിട്ട് നമുക്ക് അവകാശമില്ല. ഞാൻ ഓർത്തു പോവുകയാണ്, വടക്കേ ഇന്ത്യയിലും മറ്റും കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കഴിയാതെ വിവിധ ദേശങ്ങളിൽ അണ്ടർഗ്രൗണ്ടുകളിൽ ഇരുന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കണമെന്ന് വെച്ച് കൈകൊട്ടി ആരാധിക്കുവാനായിട്ട് കഴിയാതിരിക്കുന്ന എത്ര ജനങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ. നാം കർത്താവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? അവരൊന്ന് കൈകൊട്ടി ആരാധിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് കഴിവില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ നാം ആ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്യുകയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം കർത്താവിന് വേണ്ടി മനസ്സ് പുതുക്കി ഒരു രൂപാന്തരപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഈ രാവിലെ സമയം നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ജീവിതം നയിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രഹസ്യ പാപങ്ങളെ ഒക്കെയും ആരാധനയ്ക്ക് തടസ്സമായിരിക്കുന്ന എല്ലാ പാപങ്ങളെയും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കഴിയണം. കർത്താവെ, എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവിനെ ആരാധിക്കുവാനായിട്ട് എന്ത് തടസ്സമാണോ എൻ്റെ ജീവിതത്തിലുള്ളത് അത് മാറ്റി എൻ്റെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് എൻ്റെ ജീവിതം മുഴുവനും ഒരു ആരാധനയായി തീരുവാനായിട്ട് ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. അതെ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ഞങ്ങൾ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് ഒരു ചേച്ചിയുടെ വീട്ടിൽ ചെന്നു. അവർക്ക് അവരുടെ താല്പര്യവും അവരുടെ മുഖപ്രസന്നതയും ഒക്കെ കണ്ടാണ് ഞങ്ങൾ ചെല്ലുവാനായിട്ട് ഇടയായത്. അങ്ങനെ ഒരു ദിവസം പോവാനായിട്ട് ഞങ്ങളുടെ ചർച്ചിലെ വേറെ ആന്റിയാണ് എന്നെ അതിനായിട്ട് ക്ഷണിച്ചത്. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥനയോടെ അതിനായിട്ട് കടന്നുപോയി. ആ സമയത്ത് ആ സൗകര്യക്ക് തീരെ സമയമില്ല, അവർക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്നാലും ഒരു അല്പസമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം എന്ന് പറഞ്ഞ് ഇരുന്നു. ആ സമയത്ത് താൻ തൻ്റെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുകയായിരുന്നു. ഒരു സമയത്ത് അതെ, മരിക്കണം മരിക്കണം എന്നുള്ള ചിന്തയാൽ ഞാൻ ഇങ്ങനെ മുഴുകി നടന്ന സമയത്ത്, ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു സഹോദരൻ എന്നോട് സുവിശേഷം പറഞ്ഞു. കർത്താവിനെ കുറിച്ച് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നിത്യരക്ഷയില്ല എന്ന് എന്നോട് പറയുവാനായിട്ട് ഇടയായി. അങ്ങനെ അന്ന് ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തു. എൻ്റെ പാപങ്ങളെ കുറിച്ചുള്ള ബോധ്യം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ സഹോദരിക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുവാനായിട്ട് കഴിയില്ല. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സഹോദരിയാണ്. എങ്കിൽ കൂടെ അവർ പറയുന്നത്, ഞാൻ ഈ ചട്ടക്കൂടുകളിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം മുഴുവൻ, കർത്താവെ, നിന്നെ
നിന്നെ ആരാധിക്കണം എന്നുള്ളതാണ് എന്ന് പറയുകയുണ്ടായി. ഞാൻ വിചാരിച്ചു, കർത്താവേ, ഇങ്ങനെയുള്ള അവസ്ഥയിലും അങ്ങേ ആരാധിക്കുവാനായിട്ട് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ എങ്ങനെയാണ് ആരാധിക്കുന്നത്? നമ്മുടെ ആരാധനാ യോഗങ്ങൾ എത്ര ശോചനീയകരമാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി. അവരുടെ ചട്ടക്കൂടുകളിൽ നിന്ന്, അവരുടെ അതേ ബന്ധുക്കളിൽ നിന്ന് അവർക്ക് മാറി വന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇങ്ങനെയുള്ള വാസ്തവമായിട്ടുള്ള എത്ര ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ സ്വാതന്ത്ര്യമായി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമുക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ നാം തീർച്ചയായും നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. നാം പലപ്പോഴും കൈകൾ കെട്ടിയാണ് നമ്മൾ സഭായോഗങ്ങളിൽ ഇരിക്കുന്നത്. നാം ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? അല്ല, കർത്താവിന്റെ മുന്നിലാണ് നാം നിൽക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, തീർച്ചയായും നമ്മുടെ കർത്താവ് നമ്മളെ വീണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ, തീർച്ചയായും കർത്താവിനെ അതെ സ്തുതിക്കുവാനായിട്ട് ആ പാതാരബിന്ദങ്ങൾ കൈകൂപ്പി അല്ലാതെ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. നമുക്ക് ചിന്തിക്കാം, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത അസ്വാതന്ത്ര്യത്തിൽ ഇരിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, ഈ കേരളത്തിൽ തന്നെയും കർത്താവിനെ ആരാധിക്കുവാൻ കഴിയാതെ വീർപ്പുമുട്ടിയിരിക്കുന്ന, കർത്താവെ നിന്നെ ആരാധിക്കാനായിട്ട് എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേക പ്രാർത്ഥനകളുണ്ട്. കർത്താവ് അത് തീർച്ചയായും കേൾക്കും പ്രിയമുള്ളവരെ. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചവരാണ് നാം എത്രമാത്രം കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങേണ്ടതാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കർത്താവിന് സമർപ്പിക്കപ്പെട്ട യാഗമായിട്ട് തീരുവാനായിട്ട് ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കർത്താവിന് വേണ്ടി ആരാധനയായി തീരുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നതിൽ നമുക്ക് കർത്താവിന്റെ യാഗമായിട്ട് തീർന്ന് ബുദ്ധിയുള്ള ആരാധന കഴിക്കാനായിട്ട് ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കും. അതിനുവേണ്ടി നമ്മുടെ മനസ്സാണ് കർത്താവ് നോക്കുന്നത്. അങ്ങനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ കർത്താവിന് വേണ്ടി തുടരുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കും എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈ പ്രായോഗിക തലത്തിൽ നാം കർത്താവിനെ ബുദ്ധിയുള്ള ആരാധനയായി അങ്ങനെ ജീവിക്കുവാനായിട്ട് ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ശരീരത്തോടെ വേർപാട് സൂക്ഷിക്കുന്ന, അതായത് സമർപ്പിക്കപ്പെട്ട ശരീരത്തോടെ വേർപാട് സൂക്ഷിക്കുന്ന ജീവിതത്തോടെ രൂപാന്തരപ്പെട്ട മനസ്സോടുകൂടെ ഈ നാളുകളിൽ കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് ഇടയാകട്ടെ. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ ഭരിച്ചാൽ ഒരിക്കലും നമുക്ക് അലക്ഷ്യമായി നിന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കഴിയുകയില്ല. നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് കഴിയും. ഈ നാളുകളിൽ ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ഒക്കെ സംയോജിച്ചുകൊണ്ട് ത്രിയേക ദൈവത്തെ നാം ആരാധിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചുള്ള ആരാധന. അങ്ങനെ ആരാധിക്കുവാനായിട്ട് ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പാട്ടുകാരൻ ഇങ്ങനെ പാടിയത് ഞാൻ ഓർക്കുകയാണ്. എൻ ഭവനം മനോഹരം, എന്താ ആനന്ദം, വർണ്യാതീതം സമോദകം എന്നുള്ള പാട്ട്. ദൂരെ മേഘപാളിയിൽ താരപദവീചിയിൽ ദൂതവൃന്ദങ്ങൾ സമ്മോദരായിട്ട് കർത്താവിനെ ആരാധിക്കുന്നതായിട്ടുള്ള ആ സന്ദർഭം നാം അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണോ കർത്താവിനെ ആരാധിക്കാറ്? അതേ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് ഈ നാളുകളിൽ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരായിട്ട് തീരുവാനായിട്ട് നാം ഒരുങ്ങിയാണോ ഇരിക്കുന്നത്? നാം അങ്ങനെ ഒരുങ്ങിയിരിക്കണം. ആ പാട്ടിൽ എങ്ങനെയാണ് പറയുന്നത്? പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം, 12 രത്നക്കല്ലുകളാൽ തീർത്തതായ മന്ദിരം, കണ്ട് എന്റെ കണ്ണുകൾ തുളുമ്പിടും, ആനന്ദാശ്രു പൊഴിച്ചിടും. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അങ്ങനെ ആനന്ദാശ്രു പൊഴിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. എന്നാൽ 12 രത്നക്കല്ലുകളാൽ തീർക്കപ്പെട്ടതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ സ്വർഗത്തിലേക്ക് നാം ആനയിക്കപ്പെടുമ്പോൾ, അതെ, നമ്മുടെ പ്രേമകാന്തനായ മുൻപോയ ശുദ്ധരെല്ലാവരും കരം വീശി അതെ നമ്മെ ചേർന്ന് സ്വാഗതം ചെയ്യും. മാലാഖജാലങ്ങൾ നമിച്ച് നമ്മെ ആനയിക്കും. എന്ത് പ്രകാശിതമായിട്ടുള്ള ഒരവസ്ഥയാണത്! അത് എന്ത് പ്രശോഭിതമായിട്ടുള്ള അവസ്ഥയാണ്! അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയും ഹല്ലേലൂയ പാടുവാനായിട്ട് ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതെ, ആ പാട്ടുകാരൻ ആ പാട്ടിന്റെ അവസാന വരികളിൽ ഇങ്ങനെ പറയുന്നു: ഞാനും പാടിടും ആ കൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ. യുഗായുഗമായിട്ട് നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുവാനായിട്ട് പോകുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് എന്ത് തടസ്സമാണോ ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ളത്, അതിനെ മാറ്റിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ വീണുകൊണ്ട് കർത്താവെ നിന്നെ ആരാധിക്കുവാനായിട്ട്
ഈ നാളുകളിൽ അതിശക്തമായിട്ട് കർത്താവിനെ ആരാധിക്കുവാനായിട്ട്, അത് എന്റെ ശരീരം മുഴുവനും നിനക്ക് വേണ്ടി യാഗമായി തീരുവാനായിട്ട് ദൈവമേ അങ്ങ് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയും. പിന്നീട് നമുക്ക് നമ്മുടെ കർത്താവിന്റെ മഹത്വം കണ്ട് അവനെ ആരാധിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ആയിത്തീരുവാനായിട്ട് ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ പാട്ട് പാടുമെങ്കിലും അതിനെപ്പറ്റി ഗ്രാഹ്യമായിട്ടുള്ള അറിവുകളൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഈ പാട്ട് എന്നെ ഏറെ ആശ്വസിപ്പിക്കുകയും ഞാൻ വീട്ടിൽ പലപ്പോഴും പാടുകയും ചെയ്യുന്ന ഒരു പാട്ടാണ്. പ്രിയ കൊയർത്തിയും അത് ചേർന്ന് പാടും. നമുക്ക് ഓരോരുത്തർക്കും ഇരിക്കുന്നതായിട്ടുള്ള ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇന്ന് നാം കേട്ട ചിന്ത വഹിച്ചുകൊണ്ട് നാം ജീവിക്കുമെങ്കിൽ തീർച്ചയായും അതാത് സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വാക്യം ഒന്നും കൂടി വായിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകുവാനായിട്ട് നമുക്ക് കഴിയില്ല. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗവുമായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായിട്ട് കൊയർത്തിയും അതിനായിട്ട് നമ്മെ സഹായിക്കും. നാം ഇരിക്കുന്ന ഇടങ്ങളിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് കഴിയുന്ന എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അങ്ങനെ നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കുവാനായിട്ട് ഈ ദിവസം മുതൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവെ, എൻ്റെ ജീവിതം അതേ ഒരു പുതുക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഞാൻ നീങ്ങുകയാണ്. കർത്താവ് എന്നെ മുഴുവനായും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം കർത്താവെ, ഈ കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയുടെ മഹത്വം കണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് ഇടവരട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.